السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാമൊക്കെ ഈ കാലത്ത് വളരെയധികം ഭയത്തിന്റെയും ആശങ്കയുടെയും ദുഃഖത്തിന്റെയും അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പരിപൂർണ വിശ്വാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ദിക്റിലൂടെയും സ്വലാത്തിലൂടെയും സമാധാനം നേടിയെടുക്കാനാണ് നമുക്ക് കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശുദ്ധമായ മനസ്സും തൗഫീഖും നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്ന് ഭയങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടാൻ പതിവാക്കേണ്ട ഒരു ദുആ അല്ലെങ്കിൽ ഒരു ദിക്റാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുവിനെ നമ്രൂദ് ആളിക്കത്തുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ച ദുആ. അവിശ്വാസികളുടെ ഒരു വലിയ സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കെതിരെ ഒത്തുകൂടിയപ്പോൾ അവരെ നിങ്ങൾ പേടിക്കണമെന്ന് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ ദുആ. ഈ ദുആ മുൻകഴിഞ്ഞു പോയ മഹാന്മാരിൽ അധികവും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 7 വട്ടം ചെല്ലുന്നത് പതിവാക്കുകയും മറ്റ് ദുആകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഏത് കാര്യം കൊണ്ട് ഭയപ്പെടുന്നവരും ഈ ദുആ കൊണ്ട് ദുആ ചെയ്താൽ മനുഷ്യരുടെയോ ജിന്നിന്റെയോ ശൈത്വാനിന്റെയോ ആരുടെ ഭാഗത്തു നിന്നുള്ള ഏത് ഷറുകളുടെ തൊട്ടും അല്ലാഹു തആല മതിയാക്കി തരുന്നതാണ്. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, സാഹിര്യങ്ങളുടെ സിഹിറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, വിവാഹ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ, ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ നേരിടുന്നവർക്ക് റാഹത്താകാൻ, ശത്രുക്കളെ ഭയപ്പെടുന്നവർക്ക് ഭയത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, ഇങ്ങനെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാൾക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയായി നിലകൊള്ളുന്ന നമുക്ക് ആര് എതിരായാലും അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് ഈ ദുആ ചെയ്ത് അള്ളാഹു നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തിന് ഭയക്കണം? നാം നേരിടുന്ന ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ കഴിയുന്ന ഈ ദുആയിൽ അല്ലെങ്കിൽ ഈ ദിക്റിൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വക്കീൽ എന്ന മഹത്തായ നാമം അടങ്ങിയിട്ടുണ്ട്. ഭയമില്ലാതാവുകയും ആത്മവിശ്വാസം വളരെ അധികം വർദ്ധിക്കുകയും ചെയ്യുന്ന, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ലവൻ അവൻ തന്നെ എന്നും അർത്ഥം വരുന്ന ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദുആ ആണ് ഈ ദുആ. ഏത് കാര്യത്തിന് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും രാവിലെയും വൈകുന്നേരവും 7 വട്ടമെങ്കിലും ചുരുങ്ങിയത് പതിവാക്കിയാൽ ആ കാര്യങ്ങൾ നമുക്ക് റാഹത്തായി കഴിഞ്ഞുകൂടുന്നതാണ്. ഏത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. ഇനി ഒരാൾ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 200 വട്ടം അത് ഓതി, അല്ലെങ്കിൽ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് 1000 വട്ടം ഒന്നിച്ചത് ചൊല്ലി, അങ്ങനെ ചൊല്ലിയ ശേഷം ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഹിസ്ബുൻ നസ്ർ കൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും സാധിക്കുന്നതാണ് എന്നതിൽ ഒരു സംശയവും ഇല്ല. ഇനി നിങ്ങൾ ഒരു അക്രമിയെ അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ ഉപദ്രവിക്കും എന്ന് പേടിക്കുന്ന നിലക്ക് നിങ്ങൾ ഇത് ഓതുകയാണെങ്കിൽ, ഇത് ചൊല്ലുകയാണെങ്കിൽ, അത്താഴ സമയത്ത് എഴുന്നേറ്റ് വുളൂ ചെയ്യുക. ഖിബലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട്
450 വട്ടം കൃത്യമായി ചൊല്ലിയ ശേഷം ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് നിസ്കരിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹിസ്ബുൻ നസ്ർ കൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഭയത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ്, ഏത് അക്രമിയിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ്, എല്ലാവിധ ഉപദ്രവത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ്. അതുപോലെ നമുക്ക് വലിയ ടെൻഷൻ വരുന്ന സമയത്ത് അത് മാറിക്കിട്ടാൻ വേണ്ടി ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് രാവിലെയും വൈകുന്നേരവും 7 വട്ടം ചൊല്ലുന്നത് പതിവാക്കിയാൽ ടെൻഷൻ പരിപൂർണമായി മാറിക്കിട്ടുന്നതാണ്. മനുഷ്യരുടെയും ശൈത്താന്റെയും ജിന്നിന്റെയും മുഴുവൻ ഷെറിനെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തു സലാമത്താക്കുമാറാവട്ടെ. ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അല്ലാഹു തആല നമുക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.